ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിൻ്റെ HS അറ്റാച്ച്ഡ് ആയിട്ടുള്ള സ്കൂളുകൾക്ക് ഇന്ന് നടന്ന മാത്തമാറ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും എക്സാമൊക്കെ നന്നായിട്ട് എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയായിരുന്നു, ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. മാത്രമല്ല നാളെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്കൂളുകൾക്ക് മാത്സ് ആണ് എക്സാം. അപ്പോൾ അവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാവുകയും ചെയ്യും. ഒന്നാമത്തെ ചോദ്യം, if 28 into 15 equal to 420, which of the following is equal to 28 into 4? അപ്പോൾ 28 into 15 എന്ന് പറയുന്നത് 420 ആണല്ലേ. ഇനി 28 into 14 എന്ന് പറയുന്നത് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഏതാണ്? അപ്പോൾ ഇവിടെ എന്താണ്, 28നെ 15 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തതാണ് 420. ഇവിടെ എന്താണ്, 28 14 പ്രാവശ്യമാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഈ ആൻസറിൽ നിന്നും ഇവിടെ 28 അല്ലേ കുറവ്, അപ്പോൾ 28 ഇതിൽ നിന്നും മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ലെറ്റ്സ് ടേക്ക് അറ്റ് എ ഡിവിഷൻ, ഫിൽ ഇൻ ദ മിസ്സിംഗ് വൺസ്. എന്താണ് ഈ ഡിവിഷൻ നിങ്ങൾ നോക്കുക, എന്നിട്ട് മിസ്സായിട്ടുള്ളത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ആദ്യത്തേത് നോക്കൂ, എന്താണ് 192നെ 20 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണല്ലേ. അപ്പോൾ ഇവിടെ 8 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 8 കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, 8 പ്രാവശ്യം എന്തി പോകണം, 20 പോയി കഴിഞ്ഞാൽ ബാക്കി ഇവിടെ എത്രയാണുള്ളത്, എത്രയാണ് 8 into 20 എന്ന് പറയുന്നത്. ഓക്കെ, 8 into 20 എന്ന് പറയുന്നത് എത്രയാണ്, 160 ആണ്. അപ്പോൾ ഇവിടെ 160 എന്ന് വരും. ഓക്കെ, 160 എന്ന് വരും. അപ്പോൾ ഇതിൽ നിന്നും മൈനസ് ചെയ്തതാണ് ഇവിടെ 32 എന്ന് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ 32നെ നമ്മൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്, മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം 32നെ? ഇവിടെ കോഷ്യൻ എന്ന് പറയുന്നത് എത്രയാണ്, റിമൈൻഡർ 0 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ 32നെ 32 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 32 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 എന്ന് കിട്ടും. ഇനി ഇവിടെ കൊടുത്തിട്ടുണ്ട് 192നെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ആദ്യം മൾട്ടിപ്ലൈ ചെയ്തത് 20 കൊണ്ടായിരുന്നു, പിന്നെ മൾട്ടിപ്ലൈ ചെയ്തത് 32 കൊണ്ടാണ്. അപ്പോൾ എത്രയാണ്, ടോട്ടൽ 52 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ എത്ര വരും, 52 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 2 ഹാസ് 2 പാർട്സ് ആണ്, 2A and 2B. ആൻസർ എനി 1 ആണ്. ഓക്കെ, ഏതെങ്കിലും ഒന്നിനാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഒന്നാമത്തെ ചോദ്യം, 13 liters ഓഫ് മിൽക്ക് വാസ് ഫിൽഡ് ഈക്വലി ഇൻ 4 bottles. എന്താണ്, 13 ലിറ്റർ പാല് നമ്മൾ 4 കുപ്പികളിലായിട്ട് ഈക്വലായിട്ട് നിറച്ചു. 1 bottle ഓഫ് മിൽക്ക് വാസ് ഗിവൺ ടു നീന. നീനക്ക് ഒരു കുപ്പിയിലെ പാല് നീനക്ക് കൊടുത്തു. ഇനി ചോദ്യം എന്ന് പറയുന്നത് എന്താണ്, വാട്ട് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ഇൻ ലിറ്റേഴ്സ് ദാറ്റ് നീന ഗോട്ട്. നീനക്ക് കിട്ടിയിട്ടുള്ള മിൽക്ക് എന്ന് പറയുന്നത് എത്രയാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര മിൽക്കാണ് നീനക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് നമ്മൾ എഴുതി കൊടുക്കണം അല്ലേ. അപ്പോൾ നീനക്ക് എത്രയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്, ആകെ ഉണ്ടായിരുന്നത് 13 ലിറ്റർ ആണ് അല്ലേ. അപ്പോൾ 13നെ എന്ത് ചെയ്തു, 4 ബോട്ടിലാക്കിയിട്ട് മാറ്റി. 13 ഡിവൈഡഡ് ബൈ 4 എന്താണ്, 3.25 ലിറ്റർ ആണ് ഉണ്ടായിരിക്കുക. ഓക്കെ, 3.25 ലിറ്റർ എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, 3.25 ലിറ്റർ അല്ലെങ്കിൽ 3.25 എന്ന് എഴുതിയാലും കറക്റ്റാണ്. ഇനി അടുത്തത്, ഡ്രോ എ റെക്റ്റാങ്കിൾ ആൻഡ് ഷെയ്ഡ് ഇറ്റ്സ് 5/8 പാർട്ട്. എന്താണ്, ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ട് അതിൻ്റെ 5/8 പാർട്സ് നമ്മളെടുത്ത് കളർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു റെക്റ്റാങ്കിൾ വരക്കുക. ഓക്കെ, ഒരു റെക്റ്റാങ്കിളിനെ നമ്മൾ എന്ത് ചെയ്യണം, 8 ഭാഗങ്ങളാക്കി മാറ്റണം. 1 2 4, ഇപ്പം എന്തായി, 8 ഭാഗങ്ങളാക്കി അല്ലേ. ഇതിൽ നിന്ന് എന്ത് ചെയ്യണം, 5 ഭാഗങ്ങൾ കളർ കൊടുക്കണം. 1 2 3 4 5 ഭാഗങ്ങൾ കളർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതെന്തായി, 5/8 ആയിട്ട് മാറി. ഓക്കെ, 5/8 ആയിട്ട് മാറി. ഇനി സി ചോദ്യം എന്ന് പറയുന്നത്, വാട്ട് ഈസ് എ ഫ്രാക്ഷൻ ദാറ്റ് റെപ്രസെൻറ്റ് ദ ഷെയ്ഡ്സ് പാർട്ട് ഇൻ ദ ഫിഗർ. ഈ ഫിഗറിൽ കൊടുത്തിട്ടുള്ളതിൽ എത്ര പാർട്ടാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തെ ഫിഗർ നോക്കൂ, ഇവിടെ ഫുള്ള് കളർ ചെയ്തിട്ടുണ്ട് അല്ലേ. രണ്ടാമത്തേതിൽ 1 2 3 4 ഇത് എത്രയാണ്, 8 ഭാഗങ്ങളാണുള്ളത് അല്ലേ. ആ 8 ഭാഗങ്ങളിൽ കളർ ചെയ്തിട്ടുള്ളത് എത്രയാണ്, ആകെ 3 ഭാഗങ്ങൾ മാത്രമാണ്. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം, 1/8 എന്ന് കൊടുക്കാം. ഓക്കെ, 1/8, സോറി 1/8 അല്ല, 3 കളർ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ 3/8 എന്ന് വരും. ഓക്കെ, 3/8. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. സം ഫ്രാക്ഷണൽ ഫോംസ് ആർ ഗിവൺ കോളം 1 ആൻഡ് അതർ ഫോംസ് ഓഫ് ദ സെയിം ആർ ഗിവൺ കോളം 2. ഇവിടെ കോളം 1ലും കോളം 2ലും എന്തായിട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഫ്രാക്ഷൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്.
അപ്പോൾ ഒന്നാമത്തേത് നോക്കൂ, ആദ്യത്തെ തന്നിട്ടുള്ളത് 8/3 ആണല്ലേ. 8/3യുമായിട്ട് യോജിച്ചത് ഏതാണ് കൂട്ടുകാരെ? 8/3യുമായി യോജിച്ചത് ഇതാണ്. ഓക്കെ, ഇതാണ് എയുടെ ഉത്തരം എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്നത് 1.5 1.5 ആണല്ലേ, 1.5 ആണ്. ഇതുമായി യോജിച്ചത് ഏതാണ്? യോജിച്ചത് 3/2 ആണ്. ഓക്കെ, 3/2. ഇനി സി 2/4 ആണ്. 2/4മായി യോജിച്ചത് 1/2 എന്നുള്ളതാണ്. ഓക്കെ, 2/4 എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ ഹാഫ് ആണല്ലേ, 4ന്റെ 2 ഭാഗം എന്ന് പറയുമ്പോൾ ഹാഫ് ആണ്. അപ്പോൾ ഇതാണ് സി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ് നമുക്ക് നോക്കാം. ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിലെ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, എ എന്ന് പറയുന്നത് രണ്ടാമത്തേലേക്കും ബി എന്ന് പറയുന്ന മൂന്നാമത്തേലേക്കും സി എന്ന് പറയുന്ന ഒന്നാമത്തേലേക്കും യോജിപ്പിക്കുകയാണ് വേണ്ടത്. ഇനി 2B ആണ് നോക്കുന്നത്. കംപ്ലീറ്റ് ദ ടേബിൾ എന്നുള്ളതാണ്. ഇവിടെ ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, എന്താ കൊടുത്തിട്ടുള്ളത്? 5 മിനിറ്റ്സ് എത്ര സെക്കൻഡ്സ് ആണ്, അതുപോലെ തന്നെ 45 മിനിറ്റ് എന്ന് പറയുന്നത് എത്ര അവർ ആണെന്നും കൊടുത്തിട്ടുണ്ട് അല്ലേ. അതാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം 5 മിനിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 5 മിനിറ്റ് എന്ന് പറയുന്നതിൻ്റെ സെക്കൻഡാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 മിനിറ്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു 60 സെക്കൻഡ്സ് ആണ് അല്ലേ, 60 സെക്കൻഡാണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 5 മിനിറ്റ് എന്ന് പറയുന്നത് 5 × 60 ചെയ്താൽ മതി. എത്ര കിട്ടും? 300 സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ 300 സെക്കൻഡ് എന്ന് എഴുതി കൊടുക്കുക. ഇനി 45 മിനിറ്റ് ആണ് അല്ലേ. 45 മിനിറ്റ് എന്ന് പറയുന്നത് എത്ര മണിക്കൂറാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം 60 മിനിറ്റ് വന്നാലാണ് 1 മണിക്കൂർ വരുള്ളൂ. അപ്പോൾ 45 എന്ന് പറയുന്നത് എത്രയാണ്? 3/4 മണിക്കൂറാണ് അല്ലേ. 3/4 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? 3/4 അവേഴ്സ് ആണ്. ഓക്കെ, 3/4 അവേഴ്സ് ആണ്, മണിക്കൂറാണ്. ഇനി ഇതിലെ ബി ചോദ്യം നോക്കാം. സൈറ ലെഫ്റ്റ് ഫ്രം സ്കൂൾ ഹോം ടു സ്കൂൾ 9 AM. സൈറ എന്ത് ചെയ്തു? 9 മണിക്ക് വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് പുറപ്പെട്ടു. ഷീ റീച്ച്ഡ് സ്കൂൾ 15 മിനിറ്റ്സ് ബിഫോർ 10 o'clock. 10 മണിയുടെ 15 മിനിറ്റ് മുന്നേ തന്നെ അവൾ സ്കൂളിലേക്ക് എത്തി. വാട്ട് ടൈം ഡിഡ് ഷീ റീച്ച് സ്കൂൾ? അങ്ങനെയാണെങ്കിൽ അവൾ സ്കൂളിലേക്ക് എത്തിച്ചേർന്ന സമയം എന്ന് പറയുന്നത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ 10 മണിയുടെ 15 മിനിറ്റ് മുന്നേ എന്ന് പറയുമ്പോൾ ഏതാണ് സമയം? 9:45 ആണ് അല്ലേ. 9:45 AM ആണ്, അഥവാ 9:45 അവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. സി ചോദ്യം നോക്കാം. സി ചോദ്യം, ഷീ റിട്ടേൺ ഫ്രം സ്കൂൾ അറ്റ് 15 മിനിറ്റ്സ് പാസ്റ്റ് 4 ഇൻ ദ ഈവനിങ്. 4 മണിയുടെ 15 മിനിറ്റ് മുന്നേ തന്നെ അവൾ എന്ത് ചെയ്തു? വൈകുന്നേരം 4 മണി കഴിഞ്ഞിട്ട്, പാസ്റ്റ് ആണല്ലോ, 4 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയപ്പോൾ അവൾ സ്കൂളിൽ നിന്നും തിരിച്ചു പോന്നു. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് ടൈം ഡിഡ് ഷീ സ്പെൻഡ് അറ്റ് സ്കൂൾ? സ്കൂളിൽ അവൾ എത്ര സമയമാണ് ചെലവഴിച്ചത് എന്നാണ് ചോദിക്കുന്നത്. അവൾ സ്കൂളിൽ എത്തിയ സമയം എത്രയായിരുന്നു? 9:45 അവൾ സ്കൂളിൽ എത്തിയിട്ടുണ്ടായിരുന്നത് അല്ലേ. തിരിച്ചു പോകുന്ന സമയം എന്ന് പറയുന്നത് 4:15 ആണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക, എത്ര കിട്ടും? 6 മണിക്കൂറാണ് അല്ലേ. 6 hours, അതുപോലെ തന്നെ 30 minutes എന്ന് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, 30 minutes. ഒന്ന് ചെയ്താൽ മതി. 9:45 10 എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് 11 12 അങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് ഈ കറക്റ്റ് സമയം തന്നെ കിട്ടും. അടുത്ത ചോദ്യം നോക്കാം. ജനുവരി 1 ഓഫ് എ ഇയർ ഈസ് മൺഡേ. എന്താണ്? ജനുവരി 1 മൺഡേ ആയിരുന്നു. ഓക്കെ, തിങ്കളാഴ്ചയായിരുന്നു. അങ്ങനെയാണെങ്കിൽ സി ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് സം അതർ ഡേറ്റ്സ് ഓഫ് ദ ഇയർ. അങ്ങനെയാണെങ്കിൽ ആ വർഷത്തെ കുറച്ച് ഡേറ്റ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത് എന്ന് കണ്ടുപിടിക്കണം. ജനുവരി 30 മൺഡേ ആയിരിക്കും. ജനുവരി 13 സെക്കൻഡ് സാറ്റർഡേ ആയിരിക്കും. ജനുവരി 26 ഫ്രൈഡേ ആയിരിക്കും. ജനുവരി 1 സാറ്റർഡേ ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് നോക്കാം. ജനുവരി 1 എന്ന് പറയുന്നത് മൺഡേ ആണ് അല്ലേ, മൺഡേ ആയിരുന്നു. അപ്പോൾ അടുത്ത മൺഡേ എന്ന് പറയുന്നത് ഏത് ദിവസമായിരിക്കും? 8 ആയിരിക്കും അല്ലേ. 8-ാം തീയതി ആയിരിക്കും അടുത്ത മൺഡേ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഏതാണ്? അടുത്ത മൺഡേ 15-ാം തീയതി ആയിരിക്കും അല്ലേ. പിന്നെ വരുന്ന ഏതാണ്? 21-ാം തീയതി വരും, അതുപോലെ 27 വരും. ഇതൊക്കെ മൺഡേസ് ആണ്. അപ്പോൾ ജനുവരി 30 എന്ന് പറയുന്നത് മൺഡേ ആണോ? അല്ല. അപ്പോൾ ഒന്നാമത്തെ തന്നെ തെറ്റാണെന്ന് മനസ്സിലായി. ജനുവരി 13 സെക്കൻഡ് സാറ്റർഡേ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മൺഡേയുടെ ഇപ്പുറത്ത് നോക്കൂ, ഇത് സൺഡേ, ഇത് സാറ്റർഡേ. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ഏതായിരിക്കും? 8 കഴിഞ്ഞാൽ ഇവിടെ ഏതായിരിക്കും? അല്ല, 15 ആണ്. ഇവിടെ ഏതായിരിക്കും? ഇവിടെ 14 ആയിരിക്കും, ഇവിടെ 13 ആയിരിക്കും. അപ്പോൾ ഇത് സെക്കൻഡ് സാറ്റർഡേ ആയിട്ട് വരുമോ? വരുമല്ലേ. കാരണം എന്താണ്? ഇത് ഒന്നാമത്തെ സാറ്റർഡേ ആയിരിക്കും, ഇത് രണ്ടാമത്തെ സാറ്റർഡേ ആയിരിക്കും. അപ്പോൾ ഇത് ശരിയായിട്ടുള്ള കാര്യമാണ്. ഇനി 26 എന്ന് പറയുന്നത് ഫ്രൈഡേ എന്ന് പറയുന്നുണ്ട്. ഇത് നോക്കൂ, 27 ഇവിടെ മൺഡേ ആണെങ്കിൽ 26 എന്തായിരിക്കും? ഒബ്വിയസ്ലി സൺഡേ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതും തെറ്റാണ്. ഇനി ഏതാണ്? 1 എന്ന് പറയുന്നത് സാറ്റർഡേ ആണെന്ന് പറയുന്നുണ്ട്. ഇവിടെ 27 കഴിഞ്ഞു. 28 എന്ന് പറയുന്നത് ട്യൂസ്ഡേ ആണ്. 29 എന്ന് പറയുന്നത് വെനസ്ഡേ ആണ്. 30 എന്ന് പറയുന്നത് തേഴ്സ്ഡേ ആണ്. അതുപോലെ 31 എന്ന് പറയുന്നത് ഫ്രൈഡേ ആണ്. അതുകൊണ്ട് 1 എന്ന് പറയുന്നത്
വരുന്നത് ഫെബ്രുവരി സാറ്റർഡേ ആയിരിക്കും. ഇതും ശരിയാണ്. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ളത് ഒന്നാമത്തെയും നാലാമത്തെയുമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത മൂന്നാമത്തെ ചോദ്യമാണ്, നില ഹാഡ് എ 108 സ്വീറ്റ്സ് ആൻഡ് മിയ ഹാഡ് എ 92 സ്വീറ്റ്സ്. എന്താണ്? നിലയുടെ കയ്യിൽ 108 സ്വീറ്റ്സും മിയയുടെ കയ്യിൽ 92 സ്വീറ്റ്സും ഉണ്ട്. ദേ ഡിസ്ട്രിബ്യൂട്ടഡ് ഓൾ ദ സ്വീറ്റ്സ് 4 to each സം ഓഫ് ദെയർ ഫ്രണ്ട്സ്. അപ്പോൾ അവർ എന്ത് ചെയ്തു? അവിടെ ഒരാൾക്ക് 4 എണ്ണം വീതം കൂട്ടുകാരികൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കയ്യിലെ മുഴുവൻ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഹൗ മെനി പീപ്പിൾ ഡിഡ് നില ഗീവ് ദ സ്വീറ്റ് ഷീ ഹാഡ്. അവളുടെ കയ്യിലുണ്ടായിരുന്നത് എത്ര പേർക്കാണ് അവൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്? അപ്പോൾ ആകെ ഉണ്ടായിരുന്നത് 108 ആണ് അല്ലേ. അതിനെന്ത് ചെയ്തു? 4 എണ്ണം വീതം കൊടുത്തു. അപ്പോൾ എത്രയാണ്? 27 ആളുകൾക്കാണ് അവൾ കൊടുത്തിട്ടുണ്ടായിരിക്കാം. അടുത്ത ചോദ്യം നോക്കൂ, ടു ഹൗ മെനി പീപ്പിൾ ഡിഡ് നില ആൻഡ് മിയ ഗിവ് സ്വീറ്റ്സ് ടുഗെദർ. അങ്ങനെയാണെങ്കിൽ 2 പേരും കൂടെ എത്ര പേർക്കാണ് കൊടുത്തിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ നിലയുടെ പറഞ്ഞു 27 പേർക്കാണ് കൊടുത്തത് അല്ലേ. അങ്ങനെയാണെങ്കിൽ അടുത്തത് എന്താണ്? അടുത്തത് മിയ കൊടുത്തത് നമുക്ക് മിയ കൊടുത്തത് കാണാം. അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കുക. 108 + 92 എത്ര കിട്ടും? 200. എന്നിട്ട് എന്ത് ചെയ്യുക? 200നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 50 കിട്ടും. ഇനി അതല്ല, മിയയുടെ കണ്ടിട്ട് രണ്ടും കൂടെ ആഡ് ചെയ്താലും നിങ്ങൾക്ക് ഉത്തരം ശരിയായിട്ട് കിട്ടുന്നതാണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് ക്യാൻ ബി ഡിവൈഡഡ് ബൈ 2, 4, 5 and 10 വിത്തൗട്ട് റിമൈൻഡർ. റിമൈൻഡർ ഇല്ലാതെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന നമ്പർ ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ 2 നമുക്കറിയാം. 2 വരുമ്പോൾ എന്താണ്? ഇരട്ട സംഖ്യകൾ ആയിരിക്കണം. ഇവിടെ എല്ലാതും ഇരട്ട സംഖ്യ അല്ലാത്തത് ഇത് മാത്രമാണ്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇത് തെറ്റാണ്. ബാക്കിയുള്ള 3 നമുക്ക് നോക്കാം. 4 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും ഇതേപോലെ തന്നെ വരുന്നതാണ് അല്ലേ. 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കണം? 0 വരേണ്ടത്. അപ്പോൾ ഇതല്ല എന്ന് മനസ്സിലായി. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 വരേണ്ടതാണ്. ഇനി നമുക്ക് ഈ 2 ഓപ്ഷനേ ഉള്ളൂ. ഈ 2 ഓപ്ഷനും കൂടെ നമ്മൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് ഉത്തരം കിട്ടും. ഇവിടെ ഓപ്ഷൻ ഡി ആണ് അപ്പോൾ കറക്റ്റായിട്ട് വരുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിന് മാത്രമാണ് എന്ത് വരുന്നത്? റിമൈൻഡർ വരാത്തതെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 4 ഹാസ് 2 പാർട്സ് ആണ്. 4Aയും 4Bയുമാണ് ഉള്ളത്. ദ പിക്ചർ ബിലോ ഈസ് എ ഷേഡ് മെയ്ഡ് ബൈ ജോയിനിങ് സ്ക്വയേഴ്സ് വിത്ത് സൈഡ്സ് ഓഫ് 1 സെൻറ്റിമീറ്റർ ഈച്ച്. 1 സെൻറ്റിമീറ്റർ അളവിൽ കൊടുത്തിട്ടുള്ള 1 സെൻറ്റിമീറ്റർ വീതം വശമുള്ള സമചതുരങ്ങൾ സ്ക്വയേഴ്സ് ചേർത്തിട്ടുള്ള രൂപമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത് ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ഫിഗർ 1? ഫിഗർ 1ൻ്റെ പെരിമീറ്റർ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എത്രയാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. ഇതൊരു സെൻറ്റിമീറ്റർ, ഇതൊരു സെൻറ്റിമീറ്റർ, ഇതൊരു സെൻറ്റിമീറ്റർ, ഇത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? താഴെ ഉള്ളത് എത്രയാണ്? 3 സെൻറ്റിമീറ്റർ വരും അല്ലേ. 3 സെൻറ്റിമീറ്റർ വരും. പ്ലസ് എന്താണ്? മേലെയുള്ളത് 3 വരും. അപ്പോൾ എത്രയായി? 3 + 3 6 ആയി അല്ലേ. ഇനി 2 വശവും 6 × 2 എന്ന് പറയുന്നത് എത്രയാണ്? 12 സെൻറ്റിമീറ്റർ ആണ്. ഇനി രണ്ടാമത്തെ പിക്ചർ നോക്കൂ. ഫിഗർ 2 ആൻഡ് ഫിഗർ 3 ആർ ഷേപ്സ് മെയ്ഡ് ഓഫ് 2 സിമിലർ ഫിഗേഴ്സ് പുട്ട് ഇറ്റ് ടുഗെദർ. എന്താണ്? താഴെയുള്ളതെന്ന് പറയുന്നത് ഇതേപോലെ തന്നെ 2 രൂപങ്ങൾ ചേർത്ത് വെച്ചതാണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും ചിത്രം എന്ന് പറയുന്നത്. ഇനി ഇതിലെ ചോദ്യം എന്താണെന്ന് നോക്കാം. വിച്ച് ഓഫ് ദീസ് ഷേപ്സ് ഹാസ് ദ ലാർജസ്റ്റ് പെരിമീറ്റർ? ഹൗ മച്ച് മോർ ഈസ് ഇറ്റ്? ഇതിൽ ഏതാണ് ലാർജ് ആയിട്ടുള്ളത്? എത്രയാണ് കൂടുതൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഫിഗർ 2-നാണ് ഏറ്റവും കൂടുതൽ പെരിമീറ്റർ ഉള്ളത് അല്ലേ. ഫിഗർ 2-നാണ് ഏറ്റവും കൂടുതലുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി അടുത്തത് ഇതിലെ സി ചോദ്യം, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ഫിഗർ 3? ഫിഗർ 3യുടെ ഏരിയ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഫിഗർ 3 എന്ന് പറയുന്നത് എത്ര ഏരിയ ആണെന്ന് നമ്മൾ നോക്കണം. അപ്പോൾ ഇവിടെ നോക്കൂ, ഫിഗർ 3 എന്ന് പറയുന്നത് ടോട്ടൽ എത്ര ഇതുണ്ട്? സ്ക്വയർ ഉണ്ട്. 1, 2, 3, 4, 5 എണ്ണാണുള്ളത് അല്ലേ. എല്ലാം എന്താണ്? 1 സെൻറ്റിമീറ്റർ വീതമാണ്. അപ്പോൾ 5 + 5 എന്ന് പറയുന്നത് 10 അല്ലേ. അപ്പോൾ അവിടെ 10 സ്ക്വയർ സെൻറ്റിമീറ്റർ ആയിരിക്കും അതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് അല്ല, ഏരിയ എന്ന് പറയുന്നത്. പെരിമീറ്റർ അല്ല, ഏരിയ എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. താഴെ കൊടുത്തിട്ടുള്ളത് എന്താണ്? ഡി ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ? താഴെ കൊടുത്തിട്ടുള്ള ഏതാണ് ശരിയായിട്ടുള്ളത്? എമംഗ് ദ റെക്റ്റാങ്കിൾ വിച്ച് ദ പെരിമീറ്റർ ആൻഡ് ദ
വൺ ഓഫ് ദ ഹാസ് ഈക്വൽ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഹാസ് ദ ലാർജസ്റ്റ് ഏരിയ. ഒരേ ചുറ്റളവുള്ള ചതുരങ്ങളിൽ നീളവും വീതിയും തുല്യമായതിനാൽ പരപ്പളവ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലുള്ളതായിരിക്കും. ബി എന്ന് പറയുന്നത് റെക്ടാങ്കിൾസ് വിത്ത് ദ സെയിം പെരിമീറ്റർ ഹാവ് ഈക്വൽ ഏരിയ. ഒരേ റെക്ടാങ്കിൾ എന്താണ് സെയിം പെരിമീറ്റർ ഉള്ളത് ഈക്വൽ ഏരിയ ആയിരിക്കും. ഇനി വെൻ പെരിമീറ്റർ ഇൻക്രീസസ് ഏരിയ ഓൾവേസ് ഇൻക്രീസസ്. പെരിമീറ്റർ ഇൻക്രീസ് ചെയ്ത് അവിടെ എന്താണ് ഏരിയയും ഇൻക്രീസ് ചെയ്യും. വെൻ പെരിമീറ്റർ ഡബിൾസ് ഏരിയ ഓൾസോ ഡബിൾസ്. പെരിമീറ്റർ ഡബിൾ ആയ എന്താണ് ഏരിയയും ഡബിൾ ആവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള കാര്യം എന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? ഒരേ ചുറ്റളവുള്ള ഒരേ പെരിമീറ്റർ ഉള്ളതിന് എന്തായിരിക്കും അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും എന്ന് പറയുന്നത് പരപ്പളവ് എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ ലാർജസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ബ്രെഡ്ത്തിൻ്റെയും ലെങ്ത്തിൻ്റെയും ഈക്വൽ ആയിരിക്കും എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 4B ആണ് നോക്കുന്നത്. ഇത് ഓർ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ റെക്ടാങ്കിൾ, വാട്ട് ഈസ് ഇറ്റ്സ് ദ ഏരിയ. എന്താണ് ഈ പെരിമീറ്ററിൻ്റെ റെക്ടാങ്കിൾ എത്രയാണ്, അതുപോലെ തന്നെ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. 2 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കാണണം? ആദ്യം തന്നെ ഇതിൻ്റെ പെരിമീറ്റർ കാണണം അല്ലേ. അപ്പോൾ ആദ്യം എന്ത് എഴുതി കൊടുക്കാം? പെരിമീറ്റർ ആണ്. പി എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ ആണ്. ഇവിടെ 2 ഇൻറ്റു എന്താണ് നീളവും വീതിയും ആണ് അല്ലേ. ഇവിടെ എത്രയാണ്? L+B എന്ന് പറയുന്നത് L എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. പ്ലസ് എന്താണ് 4 ആണ്. ഇത് രണ്ടും കൂടെ ചെയ്ത് നോക്കൂ കൂട്ടുകാരെ, എത്ര കിട്ടും? 20 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും അല്ലേ. 20 സെൻറ്റിമീറ്റർ. 6ഉം 4ഉം 10 ആണ്. 10 ഇൻറ്റു 2 എത്രയാണ്? 20 ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്. ഇനി ഏരിയ ആണ്. ഏരിയ എത്രയായിരിക്കും? നീളം ഇൻറ്റു വീതി അല്ലേ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. 6 ഇൻറ്റു 4 എന്ന് പറയുന്നത് എത്രയാണ്? 24 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് ഉത്തരം കിട്ടുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്തത് ബി ചോദ്യമാണ്. വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ ഫിഗർ, വാട്ട് ഈസ് ഇറ്റ്സ് ഏരിയ. ഈ ഒരു ഫിഗറിൻ്റെ പെരിമീറ്റർ ആണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ഏരിയയും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ഇതിൻ്റെ പെരിമീറ്റർ ആദ്യം നോക്കാം അല്ലേ. പെരിമീറ്റർ എത്രയായിരിക്കും? ഇതിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെന്താണ്? ഈ ഫിഗർ ബിലോസ് റിമൈനിങ് ആഫ്റ്റർ കട്ടിങ് 4 സ്ക്വയേഴ്സ് ഓഫ് 1 സെൻറ്റിമീറ്റർ. എന്താണ്? 4 സെൻറ്റിമീറ്റർ ഇതിൽ നിന്നും കട്ട് ചെയ്ത് കളഞ്ഞതാണ്. ദെൻ 4 കോർണേഴ്സ് ഓഫ് ദ റെക്ടാങ്കിൾ ഗിവൺ മെബോ. ഓക്കെ, ഈ മേലെ കൊടുത്തിട്ടുള്ളതിൽ നിന്നും എന്ത് ചെയ്തതാണ്? 4 സെൻറ്റിമീറ്റർ കട്ട് ചെയ്ത് കളഞ്ഞതാണ് ആണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? പെരിമീറ്റർ അവിടെ നമ്മൾ കണ്ടത് 24 ആണ്. 4 സെൻറ്റിമീറ്റർ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ എത്ര കിട്ടും? 20 കിട്ടും. ഓക്കെ, 20 എന്താണ്? 20 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇനി ഇതിൻ്റെ ഏരിയ നമ്മൾ കണക്കാക്കുകയാണ്. ഏരിയ എത്രയാണ്? ഏരിയയും ഇതേപോലെ തന്നെയാണ്. 24ൽ നിന്നും 4 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 20 സ്ക്വയർ സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പോൾ കട്ട് ചെയ്ത ഭാഗം നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിൽ നിന്നൊന്ന് മൈനസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ വിത്ത് 1 സെൻറ്റിമീറ്റർ ഓൺ ഈച്ച് സൈഡ്. ഓരോ സൈഡും 1 സെൻറ്റിമീറ്റർ വീതമുള്ള ഒരു സ്ക്വയറിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് ഇതിൽ താഴെ പറയുന്നത് ഏതായിരിക്കും എന്നാണ് പറയുന്നത്. ഏതാണ്? നമുക്കറിയാം 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അതിനെ ഓരോ സെൻറ്റിമീറ്റർ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യാണ് വേണ്ടത്. അഥവാ 4 ഇൻറ്റു 1 സെൻറ്റിമീറ്റർ എന്നുള്ള ഓപ്ഷൻ എ ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം നമുക്ക്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇതാണല്ലേ. അടുത്തത് 5ാമത്തെ ചോദ്യമാണ്. ദ ഫോളോയിങ് ഗ്രാഫ് കണ്ടെയ്ൻസ് ദ ഡീറ്റെയിൽസ് ഓഫ് ഗ്രേഡ് ഓഫ് സ്റ്റുഡൻസ് ഓഫ് ക്ലാസ് 5A ആൻഡ് കനിയപ്പുറം UP സ്കൂൾ ഫോർ മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സിൽ 5A കുട്ടികളുടെ ഒരു ഇതാണ് കൊടുത്തിട്ടുള്ളത്. അവരുടെ ഗ്രേഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിലെ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ മെനി ചിൽഡ്രൻ ഗോട്ട് എ ഗ്രേഡ്. എത്ര കുട്ടികൾക്കാണ് ഇവിടെ എ ഗ്രേഡ് കിട്ടിയിട്ടുള്ളത്? എത്രയാണ് ഇവിടെ നോക്കൂ? 9 കുട്ടികൾക്ക് എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ 9 എന്ന് എഴുതി കൊടുക്കുക. 9 കുട്ടികൾക്കാണ്. വിച്ച് ഗ്രേഡ് ഡിഡ് മോസ്റ്റ് ഓഫ് ദ ചിൽഡ്രൻ ഗെറ്റ്. ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ളത് ഏതാണ്? ബി ഗ്രേഡ് ആണ്. അടുത്ത ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ഹു ഒബ്റ്റെയിൻ എ ഗ്രേഡ് ആൻഡ് ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ഹു ഒബ്റ്റെയിൻ ബി ഗ്രേഡ്. ബി ഗ്രേഡ് കിട്ടിയ കുട്ടികളും എ ഗ്രേഡ് കിട്ടിയ കുട്ടികളും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മളെടുത്ത് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ബി ഗ്രേഡ് കിട്ടിയ കുട്ടികൾ എത്ര പേരായിരുന്നു അത് നോക്കിക്കഴിഞ്ഞാൽ 11 കുട്ടികൾക്കാണ് ബി ഗ്രേഡ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 11ൽ നിന്നും 9 പേരെ മൈനസ് ചെയ്ത് കൊടുക്കുക. എത്ര കിട്ടും? 11ൽ നിന്നും 9 മൈനസ് ചെയ്താൽ 2 കുട്ടികൾക്കാണ് കൂടുതലായിട്ട് ബി ഗ്രേഡ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഡി ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് about the total number of children who got a DE. DEയും കിട്ടിയിട്ടുള്ള കുട്ടികളുടെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുമ്പോൾ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഡി കിട്ടിയിട്ടുള്ള കുട്ടികൾ എത്ര പേരാണ് നോക്കൂ കൂട്ടുകാരെ? എത്രയാണ്? 3 ആണല്ലേ. ഈ കിട്ടിയിട്ടുള്ള കുട്ടികൾ എന്ന് പറയുന്നത് 2 പേരാണ്. അപ്പോൾ
എന്താണ് 3ഉം 2ഉം കൂടെ കൂട്ടുമ്പോൾ 5 പേർക്കാണ് കിട്ടിയിട്ടുള്ളതെന്ന് മനസ്സിലായി. 5 പേർക്കാണ്. ഇനി ഇവിടെ ഓപ്ഷൻ നോക്കൂ. മോർ ദാൻ 10 ആണോ? അല്ല. ലെസ് ദാൻ 5 ആണോ? അല്ല. ബിറ്റ്വീൻ 5 ആൻഡ് 10 ആണോ? ആണല്ലേ. ബിറ്റ്വീൻ 5 ആൻഡ് 10 ആണ്. 5 ആണ്. അപ്പോൾ 5 ആൻഡ് 10 എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇനി മോർ ദാൻ ദോസ് ഹൂ ഗോട്ട് സി ഗ്രേഡ് ആണ്. ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ള സി ഗ്രേഡ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നമുക്ക് ഇത് കൊടുക്കാൻ വേണ്ടി പറ്റും. ബിറ്റ്വീൻ 5 ആൻഡ് 10 ആണെന്ന് കൊടുക്കാം. പക്ഷെ മോർ ദാൻ ദോസ് ഹൂ ഗെറ്റ് ദ സി ഗ്രേഡ് കിട്ടിയതിനേക്കാൾ കൂടുതലാണ്. നോക്കൂ, സി ഗ്രേഡ് കിട്ടിയത് എത്രയാണ്? 4 പേർക്കാണല്ലോ. അപ്പം 5 എന്ന് പറഞ്ഞാൽ സി ഗ്രേഡ് കിട്ടിയതിനേക്കാൾ കൂടുതലല്ലേ? ആണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. ഈ 2 ഓപ്ഷൻസും കൺഫ്യൂഷൻ ആക്കും. അപ്പോൾ കൂട്ടുകാർ താഴെയുള്ളതും ഞാനിപ്പോൾ ചെയ്ത പോലെ മേലത്തെ കണ്ടു കഴിഞ്ഞാൽ അത് ടിക്ക് കൊടുക്കും. പക്ഷേ താഴെയുള്ളതും കൂടെ വായിച്ചതിന് ശേഷം വേണം നിങ്ങൾ ആൻസർ ചെയ്യാൻ. ഇനി റൈറ്റ് എ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ദ ഗ്രാഫ് ഗിവൺ ബിലോ ഗിവൺ എബവ്. മേലെ കൊടുത്ത ഗ്രാഫ് ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും കുറവ് കിട്ടിയത് ഏതാണെന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി 6ാമത്തെ ചോദ്യമാണ് ഫൈൻഡ് ദ ക്വസ്റ്റ്യൻസ് ഓഫ് 140 ഡിവൈഡഡ് ബൈ 35 അവോയ്ഡിങ് ദ കോമൺ ഫാക്ടേഴ്സ്. എന്താണ്? 145നെ 35ന്റെ ഹരണഫലം പൊതുഘടകങ്ങൾ ഒഴിവാക്കി കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എങ്ങനെ കാണാം? നമുക്ക് 140നെ നമ്മൾ എന്ത് ചെയ്യണം? 35 കൊണ്ട് ഹരിക്കണം. അപ്പോൾ ഇവിടെ കോമൺ ആയിട്ടുള്ളത് ഏതാണ്? 7 ആണല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 140 ഹരിക്കണം 7 ഡിവൈഡഡ് ബൈ 35 ഹരിക്കണം 7 എത്ര കിട്ടും? 20/5 എന്ന് കിട്ടും. 20/5 നമ്മൾ വീണ്ടും ഇതാക്കുമ്പോൾ എത്ര കിട്ടും? 4 എന്ന് ഉത്തരം കിട്ടും. ഓക്കെ, അപ്പോൾ ഉത്തരം എത്രയാണ്? 4 ആണ്. അടുത്ത ചോദ്യം റൈറ്റ് 2 കോമൺ ഫാക്ടേഴ്സ് ഓഫ് 140 ആൻഡ് 35. 145നെയും 35ൻ്റെയും കോമൺ ഫാക്ടേഴ്സ് 2 കോമൺ ഫാക്ടേഴ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏത് വരും? 2 കോമൺ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് രണ്ടിലും പോകുന്ന ഏതാണ്? 5ഉം 7ഉം ആണ് അല്ലേ. 5ഉം 7ഉം എഴുതി കൊടുക്കാം. അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ് ടു ഡിവൈഡ് 128 ഡിവൈഡഡ് ബൈ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, കറക്റ്റ് അല്ലാത്തതാണ് നമ്മളെടുത്ത് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, ഡിവൈഡ് 128/4 ആഡ് 4 ക്വസ്റ്റ്യൻസ്. എന്താണ്? 100 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക, 28 കൊണ്ട് 100നെ ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് 4 അവിടെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്ന് ആൻസർ ചെയ്ത് കഴിയുക. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടുന്നത് ഓപ്ഷൻ സി ആണ്. ഡിവൈഡ് 12 ആൻഡ് 8/4 ആഡ് ദ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമ്മൾ നോക്കി. അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് എക്സാം എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അടുത്ത എക്സാമിനാൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്കൂളിലെ കൂട്ടുകാരും നന്നായിട്ട് എക്സാം എഴുതുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.